ഹലോ ഗൈസ്, അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രമോല് നമ്മുടെ രോഹിത്തിനെ ശുശ്രൂഷിച്ച് നമ്മുടെ അലീന പഴയ ഒരു ജീവിതത്തിലേക്ക് അസുഖമൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ അലീന രോഹിത്തിനെ ഉഷാറാക്കി കുട്ടപ്പനാക്കുക കേട്ടോ ഗൈസ്. അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മുടെ മനു ശിവശങ്കറിന്റെ അടുത്ത് പറയുന്നുണ്ട്, വൈജാന്റിയുടെ കാര്യത്തിൽ എന്താ തീരുമാനം? അലീനെ ഒരിക്കലും അവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല, വൈജാന്റി ഒരിക്കലും ആ വീട്ടിൽ താമസിക്കത്തില്ല, ബാലചന്ദ്രൻ അങ്കിൾ ആണെങ്കിൽ വൈജാന്റിനെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കത്തില്ല. അപ്പൊ ഇനി എന്താ തീരുമാനം എന്ന് നമ്മുടെ മനു സ്വന്തം അച്ഛനോട് ശിവശങ്കറിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ രേവതി കുട്ടി ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ആട്ടോ. നമ്മുടെ ഗ്രേസമ്മാന്റിയും മാമച്ചനങ്ങളും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഭയങ്കര വൈകിയ വരുന്നേ. അപ്പൊ ഇവര് വരുമ്പോഴത്തേക്കും രണ്ടുപേരും കൂടി ഷോ അടിച്ച് ഒരു മുറിയിലിരിപ്പ. അപ്പൊ നമ്മുടെ രേവതിക്കുട്ടി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നോട് ഒരു വാക്ക് പറഞ്ഞു, എങ്ങനെയുണ്ട് റിസൾട്ടൊക്കെ? ഒരു കുന്ന് മരുന്നൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറെ മരുന്നൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുവാണേ. പിന്നീട് നമ്മുടെ ഗ്രേസമ്മാന്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ രേവതിക്കുട്ടി ഭയങ്കര കരച്ചിലൊക്കെ കരയുന്നുണ്ട്. ഇനി അവർക്ക് വല്ല അസുഖമാണോ, ആ റിസൾട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. രേവതിക്കുട്ടി ഭയങ്കര സങ്കടപ്പെട്ട് നിന്നിട്ട് നമ്മുടെ ഗ്രേസമ്മാന്റി തന്നെ രേവതിക്കുട്ടിനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.